നമസ്കാരം, നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 13-ാം തീയതി ഉത്രട്ടാതി നക്ഷത്രമാണ് വരുന്നത്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടം രാശി അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ട സാഹചര്യങ്ങളും അനാവശ്യ ചിലവുകളും വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് ചില സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. എന്നാൽ വരുമാനം പല രീതിയിൽ വരാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യത അതോടൊപ്പം തന്നെ കാണിക്കുന്നുണ്ട്. രോഗികളായിരുന്നവർക്ക് ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടുള്ള പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടി വരാനൊക്കെ യോഗമുള്ളൊരു ദിവസമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുന്ന ദിവസമായി കണക്കാക്കാം ഇന്ന്. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകീരം, അര ഈ നക്ഷത്രക്കാർക്ക് ധാരാളം പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ദീർഘകാലമായിട്ട് പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. നേരത്തെ കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങളൊക്കെ അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പൊതുവെ ഭാഗ്യമുള്ള ഒരു ദിവസമായിട്ട് തന്നെ ഇന്നത്തെ ദിവസം കണക്കാക്കാം. തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനും പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാനെല്ലാം സാധ്യത കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ, കുടുംബാംഗങ്ങളോടൊപ്പം ഒരു തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനെല്ലാം ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ മനക്ലേശവും ടെൻഷനും അതോടൊപ്പം തന്നെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. മിഥുനരാശി മകീര, അര, തിരുവാതിര, പുണർദം, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ട് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾക്കെല്ലാം തടസ്സമുണ്ടാവാൻ സാധ്യതയുണ്ട്. വസ്തു പണയം വെച്ചിട്ട് പണം കടമെടുക്കേണ്ടി വരാനൊക്കെ, അല്ലെങ്കിൽ വീട് പണയപ്പെടുത്തിയൊക്കെ പണം എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ഒരുപാട് തടസ്സങ്ങളും നിന്നു പോകുന്ന ഒരു സാഹചര്യം, മുന്നോട്ട് പോകാൻ വഴി കാണാത്തൊരു സാഹചര്യമൊക്കെ വരാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവാധീനമുള്ളതുകൊണ്ട് സാധിക്കുകയും ചെയ്യുന്ന കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് അത്തരം സിറ്റുവേഷൻസ് ഉണ്ടായാൽ അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, അതെല്ലാം തരണം ചെയ്യാൻ സാധിക്കും. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഭാഗ്യമുള്ളതാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. തൊഴിൽ രംഗത്തും സമാധാനമൊക്കെ നിലനിൽക്കും. പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില കലഹങ്ങളോ തെറ്റിദ്ധാരണകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആ കാര്യം കൊണ്ട് ചില കുഴപ്പങ്ങളിൽ ചെന്ന് പെടാനും സാധ്യതയുണ്ട്. യാത്രകൾ വളരെ കരുതലോടെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. വാഹന അപകടങ്ങൾക്കും ഇന്നത്തെ ദിവസം സാധ്യത കൂടുതലാണ്. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല് ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം പൊതുവെ അലസത തോന്നാനും ഒരു ഉന്മേഷമില്ലായ്മയും ഒരു കാര്യത്തിനും താല്പര്യമില്ലായ്മയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങൾക്കും തടസ്സം പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് വളരെ കരുതലോടെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് പല പ്രശ്നങ്ങളും തരണം ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിലും റിസ്ക്കുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപകട സാധ്യതയുള്ള ഒരു കാര്യവും ഇന്ന് ചെയ്യാനായിട്ട് തുനിയരുത്. പുതിയ സംരംഭങ്ങൾക്കൊന്നും ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അതെല്ലാം മുടക്കം വരാനും സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിക്കുകയും ചെയ്യുക. കന്നി രാശി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. പുതിയ പ്രണയബന്ധങ്ങൾക്കും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. അവിവാഹിതരുടെ വിവാഹാലോചനകളിൽ എല്ലാം തീരുമാനം വരാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഭാഗ്യം ദൈവാധീനമൊക്കെ ഇത്തിരി കുറവാണെങ്കിലും പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കുടുംബ പരദേവതയെ ദർശിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. പല രീതിയിൽ പണം കൈവശം വന്നു ചേരാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. സുഹൃത്തുക്കളെ കൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാകും. പാർട്ണർഷിപ്പ് ബിസിനസ് എല്ലാം ലാഭകരമായിട്ട് മാറും. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ അനുവദിച്ച് കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. തുലാം രാശി ചിത്തിര, ചോതി, വിശാഖം, മുക്കാൽ ഈ നക്ഷത്രക്കാർ ഇന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ധാരാളമായിട്ട് ചിലവഴിക്കാനും വീടും പുതുക്കി പണിയാനും ഓടി പിടിപ്പിക്കാനും ഒക്കെ
ശ്രദ്ധിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. ടെൻഷനും മനക്ലേശവും ഇന്നത്തെ ദിവസം വിടാതെ പിടികൂടും. പല കാര്യങ്ങളും മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ഒരു പ്ലാൻ തയ്യാറാക്കി അതനുസരിച്ചിട്ട് ഒരു തുണ്ട് കടലാസ് പോക്കറ്റിലിട്ട് അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റ് പോവുകയാണെങ്കിൽ പലതും മറക്കാതിരിക്കാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമുണ്ട്. ഒരു പോക്കറ്റ് ഡയറി ഇന്നത്തെ ദിവസം കരുതി വെക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും പല കാര്യങ്ങളും ടെൻഷൻ കൊണ്ട് തന്നെ മറന്നു പോകാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ വരുത്തി വെക്കാനും സാധ്യത കൂടുതലാണെന്ന്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അവർക്ക് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട്. തീരുമാനങ്ങളെല്ലാം കൃത്യമായിട്ട് എടുക്കാനും ആലോചിച്ച് പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നതാണ്. ഒരുപാട് ഭാഗ്യം കൊണ്ട് തന്നെ പണം കൈവശം വന്നു ചേരാനും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും നിധി കിട്ടാനും പോലും യോഗമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് ലോട്ടറി പോലുള്ള കാര്യങ്ങളെല്ലാം ഭാഗ്യപരീക്ഷണം നടത്താവുന്ന ഒരു ദിവസമാണ്. ചിട്ടിയൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ചിട്ടി വിളിക്കാനൊക്കെ പോയാൽ അത് പണം കിട്ടാനുള്ള നമുക്ക് തന്നെ ചിട്ടി കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രക്കാർക്ക് വലിയ ദൈവാധീനമുള്ള ഒരു കാലമാണ്. എന്നാൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു പ്രവർത്തന രംഗത്ത് പല കാര്യങ്ങൾക്കും തടസ്സം, ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തൊഴിൽ മേഖലയിൽ മാത്രം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ 4ൽ നിൽക്കുന്ന രാഹു കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ടും ഇന്ന് ചന്ദ്രൻ 4ൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ടും വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാവാനും കുടുംബത്തിലൊരു സന്തോഷപരമായ കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. സൽക്കാരങ്ങൾ പങ്കെടുക്കാനും ബന്ധുജനങ്ങളുമായിട്ട് ഒത്തുകൂടാനും വീട്ടിൽ ഒരു മംഗളകർമ്മം നടക്കാനൊക്കെ സാധ്യത ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. സാമ്പത്തിക നിലയെല്ലാം വളരെയധികം നേട്ടങ്ങളുണ്ടാവുകയും സാമ്പത്തിക നില ഭദ്രമായി തുടരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇന്ന്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പല എതിർപ്പുകളും നേരിടേണ്ടി വരാം. ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാവാനും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും ആശുപത്രിയിൽ കഴിയേണ്ടി വരാനും രോഗചികിത്സ തേടേണ്ടി വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലെല്ലാം അലസത തോന്നാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പഠനകാര്യത്തിൽ ഈ നക്ഷത്രത്തിൽ പിറന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ അവരുടെ പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പഠിക്കാനുള്ള താല്പര്യം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പുഷ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവർ പഠിച്ചു വരുന്നതാണ്. അവർ തന്നെ പഠിക്കുമെന്ന് വിചാരിക്കാതെ ഈ നക്ഷത്രക്കാരുടെ രക്ഷിതാക്കൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. കുംഭൻ രാശി അവിട്ടമര, ചതയം, പൂറ്റാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികമായ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കും മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും എല്ലാം ഇന്നത്തെ ദിവസം ശോഭിക്കാനുള്ള പല അവസരങ്ങളും വന്നു ചേരുന്നതാണ്. സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗ്രന്ഥകാരന്മാർക്കെല്ലാം ഇന്നത്തെ ദിവസം അവരുടെ മേഖലയിൽ കൂടുതൽ അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും പുതിയ സംരംഭങ്ങൾ എല്ലാം വിജയിക്കാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. ദൈവാധീനം ഉള്ള കാലം തന്നെയാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം മുടങ്ങാതെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ചെറിയ ടെൻഷനൊക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും അതെല്ലാം വലിയ കുഴപ്പമാവാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. മീനൻ രാശി പൂരാതി, കാല്, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇന്ന് എല്ലാത്തിനും ഉത്സാഹം തോന്നുന്നതും കൂടുതൽ ഉന്മേഷത്തോടുകൂടി പല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ദിവസമാണ്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതം ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരിക്കും. കമിതാക്കളുടെ വിവാഹം ബന്ധുക്കളുടെ ആശീർവാദത്തോടുകൂടി തീരുമാനത്തിലെത്താനും സാധ്യത കാണുന്നുണ്ട്. ധാരാളം യാത്രകൾക്കും ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നുണ്ട്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാനും പ്ലാൻ അനുസരിച്ചിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും പുതിയ സംരംഭങ്ങൾ വിജയിപ്പിക്കാനൊക്കെ സാധിക്കുന്ന ഒരു ദിവസമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ തുടക്കത്തിലുണ്ടാവുമെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ഇതോടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.